ഓട്ടോമാറ്റിക് ട്രിഗറുകളിൽ തന്നെയാണ് ഹൈ സ്പീഡ് ഫ്ലാഷുകൾ നമ്മൾ പ്രവർത്തിക്കാറുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക് ട്രിഗറുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ HSS എന്നുള്ള കാറ്റഗറിയിൽ ഹൈ സ്പീഡ് സിങ്കുള്ള ട്രിഗറുകൾ തന്നെ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ സ്പീഡ് ഇല്ലാത്തതാണെങ്കിൽ വെറും ഒരു നോർമൽ 1/250 ഉള്ളിലായിട്ടുള്ള ഷട്ടർ സ്പീഡിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹൈ സ്പീഡ് സിങ്ക് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുടെ എത്രയാണോ ഷട്ടർ സ്പീഡ് റേഞ്ച് അത്രയും തന്നെ ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണയായിട്ട് ഇത് ഫ്ലാഷിനകത്ത് എഴുതിയിട്ടുണ്ടാവുക, ഒന്ന് TTL എന്നുണ്ടാവും, അത് ഓട്ടോമാറ്റിക് എന്നാണ് ഇതിൻ്റെ അർത്ഥം. രണ്ടാമത്തേത് HSS എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ HSS-TTL ഫ്ലാഷുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ ചില ബ്രാൻഡുകൾ TTL എന്നതിന് മുൻപ് TTL എന്നും ITTL എന്നും അങ്ങനെ പല ഒരു കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അവരുടേതായ രീതിയിലുള്ള ഡെഫിനിഷനും അതിനുണ്ട്. പക്ഷേ TTL എന്നുണ്ടെങ്കിൽ ആ ഫ്ലാഷ് ഓട്ടോമാറ്റിക് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ HSS എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഹൈ സ്പീഡ് സിങ്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഫ്ലാഷ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡ് സിങ്കുള്ള TTL ഫ്ലാഷുകൾ തന്നെ വാങ്ങിക്കുക. അതുപോലെ ട്രിഗർ വാങ്ങിക്കുന്നവരും എപ്പോഴും നിങ്ങൾ ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫിക്ക് സപ്പോർട്ട് ചെയ്യുന്ന HSS മാർക്കിംഗ് ഉള്ള ട്രിഗറുകൾ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫിക്ക് നമുക്ക് വേണ്ടത് HSS ട്രിഗറുകളാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം.